അങ്ങോട്ട് മാറി നിക്ക. ആന്റി കൊണ്ടുവാ ഇങ്ങോട്ട്. സച്ചി അമ്മേ, എന്റെ കൈകൊണ്ട് തന്നെ എന്റെ പൊന്നു പോലെ ഞാൻ വിഷമിടം എത്താന്നല്ലോട്. അയ്യോ അമ്മേ, നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അമ്മ എത്രമാത്രം പ്രാർത്ഥിച്ചെന്നറിയോ മോനെ. എന്റെ കുഞ്ഞ് ആശുപത്രിയിൽ ഒരുപാട് അനുഭവിച്ചല്ലേ. ഈ അമ്മയോട് ക്ഷമിക്കണം മോനെ. അമ്മേ, അമ്മ മനഃപൂർവ്വം ചെയ്തതല്ലോ ഒന്നും. മതി നിന്റെ ഷോ, നിർത്ത. സാറ്, ഞാൻ എന്റെ മോനോടൊന്ന് സംസാരിച്ചോട്ടെ. മരണക്കിടക്കേന്ന് എഴുന്നേറ്റ് വന്നത് എന്റെ കുഞ്ഞ്. ഇവന്റെ ജീവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. നിന്റെ കുഞ്ഞ് എഴുന്നേറ്റപ്പോഴേ വേറൊരുത്തനെ കുഴിയിലേക്ക് കെട്ടിയെടുത്തു. അതിൽ നിനക്ക് ഒരു സങ്കടമില്ലേ? അതിന്റെ കാരണങ്ങളൊക്കെ കോടതി തീരുമാനിച്ചോളും. മാഡം ഇനി അതിൽ കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ഇടിച്ചു പരത്തി സമ്മതിപ്പിക്കാൻ ഇത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അല്ല, കോടതിയാണ്. അത് മറക്കരുത്. പ്രതിയെ കോടതിയിൽ കൊണ്ടുവരുമ്പോ ബന്ധുക്കളോട് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. സംസാരിക്കാൻ പറ്റില്ലെന്ന നിയമമുണ്ടോ? നിയമമൊന്നുമില്ല, പക്ഷെ പോലീസ് അനുവദിക്കണം. അതേത് കോടതി മുറ്റത്തായാലും. മാഡം, കസ്റ്റഡിയിലുള്ള വ്യക്തിയുടെ നിയന്ത്രണം പോലീസിന് തന്നെയാണ്. അത് മാഡത്തിന് അറിയാത്തതല്ലോ. ഇവരെ കൊണ്ടുവാ. നടക്ക്. അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കെ. നടക്ക്. ജാമ്യം ഇന്ന് തന്നെ കിട്ടും. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ജാമ്യം ഇന്ന് തന്നെ കിട്ടും. കൊണ്ടുവാ ഇങ്ങോട്ട്.